2026 ആദ്യത്തെ സ്കൂൾ ഡേ ആയിരുന്നു ഇന്ന്. നിങ്ങളിൽ പല ആളുകളും വിഷമത്തിലായിരിക്കും എന്നെനിക്ക് ചെറുതായിട്ടൊന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. കാരണം നിങ്ങളിൽ പല ആളുകൾക്കും തന്നെ പല സബ്ജക്റ്റിലെയും ആൻസർ ഷീറ്റ് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അതിലെത്രയാണ് മാർക്സ് എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ എക്സാം എഴുതുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഇത് വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ എത്ര തന്നെ ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞാലും പഠിക്കാത്തത് നമ്മളുടെ പോരായ്മയാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുമുണ്ട്. ഇങ്ങനെ ഓരോ എക്സാമും കഴിയുമ്പോൾ ആൻസർ ഷീറ്റ് ലഭിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വാശി ഉണ്ടായിരിക്കും. ഇനിയുള്ള എക്സാം നമ്മൾ അതിഗംഭീരമായി മുന്നേറേണ്ടതായിട്ടുണ്ട്. ഇനിയുള്ള ദിവസം ഞാൻ നല്ലപോലെ ഇരുന്ന് പഠിക്കും എന്ന് വിചാരിച്ച് അന്നേ ദിവസം വേണമെങ്കിൽ നോക്കിക്കോളൂ, ഇന്നോ നാളെയോ മറ്റന്നാളോ മാത്രമായിരിക്കും നിങ്ങൾ കൃത്യമായിട്ടിരുന്ന് പഠിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടായിരിക്കുക. അതിനുശേഷം ആരും ഒന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പഴയ ട്രാക്കിലോട്ട് തന്നെ കയറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സ് കൃത്യമായി പഠിച്ചുവെന്ന് ഉറപ്പ് വരുത്തി അതിലെ PYQ എല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് മുഴുവൻ മാർക്കും ഉറപ്പാക്കുന്ന വിധത്തിൽ നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന ഒരു കിടിലനായിട്ടുള്ള സൈലത്തിൻ്റെ ബാച്ച് ഉണ്ട്. അവസാനത്തെ ബാച്ചാണ് ഈ ഒരു അക്കാഡമിക് ഇയറിലെ എൻഡ് ഗെയിം എന്ന് പറയുന്ന പ്രോഗ്രാം. ഇതിനോടകം തന്നെ ഒരുപാട് ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പുതുതായിട്ട് എൻഡ് ഗെയിമിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇനിയും അഡ്മിഷൻ എടുക്കാൻ ലേറ്റ് ആയിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പിറകിലായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ ഒരു ചൂടോടുകൂടെ തന്നെ നിങ്ങൾ ഈ എൻഡ് ഗെയിമിൽ അഡ്മിഷൻ എടുക്കണം. 995400 എന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് നാളെ മുതൽക്ക് തന്നെ ഇരുന്ന് പഠിച്ചു തുടങ്ങുക. എൻഡ് ഗെയിമിൽ ഓരോ സബ്ജക്റ്റിലെയും ആദ്യ ചാപ്റ്റേഴ്സ് മുതൽ അവസാന ചാപ്റ്റേഴ്സ് വരെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് എടുത്ത് സെറ്റാക്കി തരുന്നതായിരിക്കും. ഒരുപാട് ചോദ്യങ്ങളിലൂടെയും സ്റ്റഡി മെറ്റിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. ഈ ഒരു പുതുവർഷം എല്ലാവർക്കും പുതിയൊരു ആരംഭമായിരിക്കട്ടെ.